ഇപ്പൊ നിലവിൽ ഒരേ രജിസ്ട്രേഷനിൽ തന്നെ 3 സംഘടന പ്രവർത്തിക്കുന്നു. 2000-ന് ചേർക്കാൻ സാധിക്കില്ല. മനസ്സിലായി. അതിൽ ഒരു പ്രസിഡന്റിന് അവകാശപ്പെടുന്ന ആളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് AKB രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിക്കാൻ പാടുന്ന പെർമനന്റ് പ്രൊഹിബിറ്ററി ഇൻജക്ഷൻ നിലവിലുണ്ട്. എന്നിട്ടും അദ്ദേഹം അതനുസരിച്ച് പ്രവർത്തിക്കുന്നു, സമ്മേളനങ്ങൾ നടത്തും, പിരിവ് നടത്തുന്നു. അതുപോലെ അത് ഇന്നലെ കമ്പനീസ് രജിസ്ട്രേഷന്റെ ഓഫീസിൽ നോൺ ട്രേഡിംഗ് കമ്പനി രജിസ്ട്രേഷന്റെ ഓഫീസിൽ രേഖകൾ പ്രകാരമുള്ള പ്രസിഡന്റിന്റെ കാര്യം പറയുന്നു. ജനറൽ സെക്രട്ടറിക്കും AKBMSന്റെ ജനറൽ സെക്രട്ടറി എന്നുള്ളതിൽ പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളതിന് പെർമനന്റ് പ്രൊഹിബിറ്ററി ഇൻജക്ഷൻ നിലവിലുണ്ട്. നിരോധനം നിലവിലുണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും അത് കണ്ടന്റ് ആണ് വരുന്നത്. അപ്പൊ അതിന് നടപടി എടുപ്പിക്കണം, അതാ ചെയ്യേണ്ടത്. കണക്ട് ചെയ്ത് നടപടി എടുക്കാൻ കഴിയുന്ന സാഹചര്യമാണല്ലോ. അയാൾക്കെതിരെ നടപടി എടുക്കേണ്ട ഏത് മെമ്പർക്ക് പോലും ചെയ്യാം. ആ സംഘടനയ്ക്ക് വേണ്ടി ഒരു മെമ്പറിന് പോലും ചെയ്യാം. അതെ. ഇനി നിങ്ങൾ വരുമ്പോ എന്റെ അടുത്ത് വരുമ്പോ ഇത് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബൈല ഒന്ന് കൊണ്ടുവരണം. എനിക്ക് എന്റെ ഇല്ലാതില്ല. മെമ്പർമെന്റ് ഓഫ് അസോസിയേഷൻ കാണും, ആർട്ടിക്കിൾസ് കാണും, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ബൈല എന്ന് പറയുന്ന സാധനം. അത് ഒരെണ്ണം ഒന്ന് കൊണ്ടുതരണം. എന്നാലേ അത് പഠിച്ചിട്ട് ബാക്കി പറഞ്ഞുതരാം. സാറിനെ വന്ന് കണ്ടങ്ങനെ ഒരു കാര്യം ചോദിക്കാനുള്ള അവസരം സാർ തരുമോ? എന്തോ സാറിനെ ഇനി വന്ന് കണ്ടിട്ടെ അങ്ങനെ അഡ്വൈസ് ചോദിക്കാനുള്ള അവസരം സാർ തരുമോന്ന്? അയ്യോ, എത്രയോ വരുന്നുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ എത്ര ആളുകളാ വരുന്നത്. ഇപ്പൊ എനിക്ക് സമയമില്ല. അതൊന്നും അങ്ങനെയൊന്നും ഒന്ന് പഠിക്കാനൊന്നും പറ്റും. നിങ്ങൾ കൊണ്ടുവന്നാൽ ഞാൻ അതിരുന്ന് നോക്കി പറഞ്ഞുതരാം. അല്ലാതെ ഈ സയൻസ് വായിക്കാനാണെങ്കിൽ എനിക്ക് അതിനെയുള്ള സമയമാണ്. നിവർത്തി ഓക്കെ. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസിനൊക്കെ ഒരു നിവേദനം കൊടുത്താലെങ്കിലും പ്രയോജനം നിലവിലുള്ളത്. ഇപ്പം അഡ്വക്കേറ്റ് കമ്മീഷൻ നിലവിലുണ്ടായിട്ടും കക്ഷികളെ കേസെടുക്കാതെ നിലനിൽക്കുന്ന സാഹചര്യമുള്ളത്. ഞങ്ങളെ സമയം ഡയറക്റ്റ് കേസ് കോടതിയെ അറിയിക്കാനുള്ള മാർഗം നിലവിലില്ല. ചീഫ് ജസ്റ്റിസിന് ഈ കാര്യം ചൂണ്ടിക്കാണിച്ച് എല്ലാവരും കൂടി ഒരു നിവേദനം കൊടുത്താൽ നിവേദനം കൊടുക്കാൻ ചീഫ് ജസ്റ്റിസിന് അതൊന്നും ഒരു പ്രയോജനമില്ലാത്ത കാര്യമാണ്. ഈ കേസിനകത്ത് അങ്ങനെയൊക്കെ എത്രയോ കേസുകൾ അവിടെ കിടക്കുന്ന, ലക്ഷക്കണക്കിന് കേസ് കിടക്കുന്നതിനകത്ത് ഒരു നിവേദനം കൊടുത്ത് ആരാണ്ട് നോക്കുമോ? അന്ന് നോക്കുന്നില്ല, അന്ന് വരത്തില്ല. അത് കോടതി നിങ്ങൾ പറയിക്കുക, അല്ലാതെ വേറെ മാർഗമില്ല. കോടതിയുടെ ശ്രദ്ധ ശരിയായിട്ട് പെടണം. എന്നിട്ട് അത് ബഹളം ഉണ്ടാക്കണം നന്നായിട്ട്. എന്നാലേ നമുക്ക് ആവശ്യമില്ല. നിങ്ങൾ ആരെങ്കിലും അതിനെ ഏർപ്പെടുത്തണം, അല്ലാതെ വേണ്ടത് ചെയ്യുക. ഓക്കെ. സാർ, ഇപ്പൊ യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് തടസ്സം സൃഷ്ടിച്ചിരിക്കുന്നത് ഈ കക്ഷികളാണ്. ഈ കക്ഷികളെ ഏതെങ്കിലും രീതിയിൽ ഒഴിവാക്കിക്കൊണ്ട് സാധാരണ ജനങ്ങളെ ഇതിനകത്ത് കക്ഷിയാക്കിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് എന്തെങ്കിലും മാർഗം? അതാ ഞാൻ പറഞ്ഞ, അത് കോടതി പറഞ്ഞാലേ നടക്കൂ. ഇവര് ശല്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ആ ശല്യം ഉണ്ടാക്കുന്നവന്മാർ അതിന്റെ ചെലവ് കിട്ടി വെക്കണം. കോടതിയിൽ പറയാൻ സാധാരണ ജനങ്ങൾക്ക് ആരും സാധിക്കില്ല. ഇല്ല, അതാ നിങ്ങൾ വക്കീലന്മാരെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങള് ഏതെങ്കിലും ഒരു പേരിൽ നിങ്ങൾ ഒരു അസോസിയേഷൻ പോലെ ആയിട്ട് ഇതിനെ ഒരു ഏതെങ്കിലും അത് ആ രീതിയിൽ പലതും ചെയ്യാറുണ്ട്. അങ്ങനെ ആയിക്കൊണ്ട് നിങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട് മാറി നിങ്ങൾ ഒരു വക്കീലിനെ വെക്കുക. ഞങ്ങൾ ഈ സംഘടനയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് അധികാരമൊന്നും വേണ്ട. അതിനകത്ത് പറയേണ്ടത് ഞങ്ങൾക്ക് ഇതിനകത്ത് അധികാരമോഹികളല്ല. പക്ഷെ ഇതിനകത്ത് നേരെ ചൊവ്വ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ഇവന്മാരെല്ലാം അടിച്ച് വെളിക്കളയണം. ഇത് നല്ല വൃത്തിയായിട്ട് ഇലക്ഷൻ നടത്തി ഇതിനകത്ത് ആളുകളെ കൊണ്ടുവരണം. അത് ജനാധിപത്യ രീതിയിൽ ഇലക്ഷൻ നടത്തണം. അത് എത്രയും പെട്ടെന്ന് നടക്കണം. അതിന്റെ ചിലവ് അവർ കൊടുക്കണം. ഇത് പറഞ്ഞാൽ മാത്രം മതി. അതേ എന്നാലേ നടക്കുള്ളൂ. അതാ കാര്യം. ഇനി എനിക്ക് സമയമില്ല, ക്ഷമിക്കുക. ശരി.